ദേ മീരെ, നിന്നോട് ഇവനോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, ഇതൊരു ഓഫീസാണ്, നിങ്ങളുടെ വീടല്ലാന്ന്. കുശലാന്വേഷണമൊക്കെ നടത്താനുള്ള സ്ഥലം ഇതല്ല. ഞങ്ങൾ പുറത്തേക്ക് പോകാൻ തുടങ്ങായിരുന്നു ചേച്ചി. പുറത്ത് ചുറ്റി നടക്കാനായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ ഓഫീസിലേക്ക് വരുന്നത്? ആദർശ ഓഫീസ് കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോ വലിയ ഗമയിൽ ഏറ്റെടുത്തതാണല്ലോ. എന്നിട്ട് എന്ത് ഉത്തരവാദിത്വമാ നീ കാണിക്കുന്നത്? മീര ചെയ്യേണ്ട കടമ ചെയ്യാൻ തന്നെ അവള് പോകുന്നത്. നിന്നോട് ഞാൻ ചോദിച്ചില്ല. ജോലിയും കൂലിയും ഇല്ലാത്തതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല. ഈ പ്രായത്തിലും അച്ഛനമ്മമാരുടെ ചെലവിൽ കഴിയാൻ നിനക്ക് യാതൊരു നാണവും ഇല്ലേ? ഞാൻ ആരുടെ ചെലവിലായാലും നിങ്ങൾക്കെന്താ? എന്തായാലും നിങ്ങളല്ലല്ലോ എനിക്ക് ചെലവിന് തരുന്നത്, ആണോ? അല്ലെന്നെന്താ ഉറപ്പ്? ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നത് എന്തെങ്കിലും ലാഭം കണ്ടിട്ട് തന്നെ ആവുമല്ലോ. മീരെ, ദേ ഇവരുടെ നാക്ക് നിയന്ത്രിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. സൂരജ് പ്ലീസ്, ഒന്നും പറയണ്ട. നീ അവന്റെ കാലൊന്നും പിടിക്കണ്ട. അവൻ എന്താ എന്നെ പറയാനുള്ളതെന്ന് ഒന്ന് അറിയണമല്ലോ. പറയട്ടെ. ഇല്ല ചേച്ചി, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. ആദർശന്റെ കാര്യത്തിന് വേണ്ടി 1-2 അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദർശിന്റെ പേരും പറഞ്ഞുള്ള ഈ കറക്കം നീ നിർത്തിക്കോ. നീ ഇവനും കൂടി ഇത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എന്ത് പ്രയോജനം ഉണ്ടായത്? ആദർശിന് വേണ്ടി എന്താ നിങ്ങൾ ചെയ്തത്? 1-2 തവണ ശ്രമിച്ചിട്ട് ഫലം ഉണ്ടായില്ല എന്ന് കരുതി പിന്മാറാൻ പറ്റില്ലല്ലോ ചേച്ചി. വീണ്ടും വീണ്ടും ശ്രമിച്ചല്ലേ പറ്റൂ. അത് വല്ലത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂ? എനിക്ക് തോന്നുന്നത് ആദർശേട്ടൻ ജയിലിലായത് ഇവർക്ക് സന്തോഷാണെന്ന്. അല്ലെങ്കിൽ ഈ ഓഫീസിൽ കിടന്ന് ഇങ്ങനെ ഷോ കാണിക്കാൻ പറ്റില്ലല്ലോ. സൂരജ് ഉണ്ടാതിരിക്കുക. എന്തിനു വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓരോന്നും പറയുന്നേ? പറയാനുള്ളതെല്ലാം പറയിച്ചു കഴിഞ്ഞിട്ടുള്ള നിന്റെ ഈ നാടകമാണ് മീര എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. നിനക്കൊരു വിചാരമുണ്ട്, നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളൂന്ന്. പക്ഷെ അത് വെറുതെയാ. ഈ ഓഫീസിനകത്ത് വന്ന് ഇവൻ ഇത്രയും അഹങ്കാരം കാണിക്കണമെങ്കിൽ അതിന് നിന്റെ മൗനാനുവാദം ഉണ്ടാവും. നിനക്കിത് വേണം മീരെ, ഇങ്ങനെ തന്നെ കേൾക്കണം. ഇവർക്ക് വേണ്ടിയല്ലേ നീ എന്റെ വാ മൂടിച്ചത്, എന്നിട്ട് കിട്ടിയല്ലോ. മീരെ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് ആ ബീച്ച് സൈഡിലെ പ്രോജക്റ്റിന്റെ കാര്യം സംസാരിക്കാനാ. അതിന്റെ കാര്യത്തില് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടോ? ആഹാ, അതുകൊള്ളാലോ. എല്ലാം തികഞ്ഞ ഓഫീസർമാര് HR എക്സിക്യൂട്ടീവിനോടാണോ ഇതൊക്കെ തിരക്കുന്നത്? അല്ലടാ, ദേ ഇവൾ അതിന്റെ പേരില് കുറച്ച് ഷോ കാണിച്ചതാ. എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു. മന്ത്രിയെ കാണുന്നു, സംസാരിക്കുന്നു, എല്ലാം ശരിയാക്കിയെന്ന് പറയുന്നു. എന്നിട്ടിപ്പോ എന്തായി? ചേച്ചി, എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ആദർശേട്ടൻ ആ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം അന്ന് മന്ത്രിയെ ഏൽപ്പിച്ചതാ. അദ്ദേഹം എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞിരുന്നല്ലോ. നീ അതും പറഞ്ഞിരുന്നോ? ആ പ്രോജക്റ്റിന് വേണ്ടി പണം മുടക്കിയിരിക്കുന്ന ക്ലയൻസ് എല്ലാം പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി. ഉടനെ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. അതെന്തിനാ പറയുന്നത്? എല്ലാം തികഞ്ഞ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ ചെയ്യാൻ പാടില്ലായിരുന്നോ? ഒന്നും മിണ്ടാതിരിക്കുക സൂരജ്. അങ്ങനെ അങ്ങ് മിണ്ടാതിരുന്നാ ശരിയാവില്ല. ഇവര് കുറച്ച് ദിവസങ്ങളായിട്ട് എന്തൊക്കെ ജാട ഇറക്കുന്നത്. ഇവരെക്കാളും കഴിവുള്ള ആരും ഈ ലോകത്ത് തന്നെ ഇല്ലാന്നല്ലേ ഇവര് പറയുന്നത്. എന്നിട്ടിപ്പോ പിന്നെ എന്തിനാ എന്തെങ്കിലും ചെയ്ത് സഹായിക്കണേന്നും പറഞ്ഞ് നിന്റെ മുന്നിലേക്ക് വരുന്നത്? അതിന് കാര്യമുണ്ടെന്ന് തന്നെ കരുതിക്കോ നീ. അന്ന് ഇവളുടെ അഹങ്കാരവും ജാടയും കണ്ടിട്ടാ എല്ലാം ശരിയായി എന്ന ആശ്വാസത്തോടെ ഞങ്ങൾ ഇരുന്നത്. എന്നിട്ടിപ്പോ പ്രശ്നം ഗുരുതരമാവുമ്പോ കൈ കഴുകാന്ന് ഓർത്താ അത് നടക്കില്ല. അതൊന്നുമല്ല, നിങ്ങളെ കൊണ്ട് ഒന്നും നടക്കില്ലെന്ന് നിങ്ങൾക്ക് സ്വയം അറിയാം. അതിന് നിങ്ങൾക്ക് മീരയുടെ സഹായം വേണം. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ. നിന്റെ ഈ പെങ്ങള് വലതുകാൽ വെച്ച് കയറിയതോടെയാ ഞങ്ങളുടെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങിയത്. എല്ലാം ഇവളുടെ ജാതക ഗുണം. പിന്നെ 3 നേരം ഭക്ഷണവും വസ്ത്രവും താമസവും ഒക്കെ ആയി ഞങ്ങൾ കാശ് കുറച്ച് മുടക്കുന്നുണ്ട്. അതൊക്കെ മുതലാക്കേണ്ട കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. നിങ്ങളെ ഞാൻ സൂരജ്, ചേച്ചി, ചേച്ചിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഞാനത് അന്വേഷിച്ച് വേണ്ടത് ചെയ്തോളാം. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. ഞാൻ എത്ര പറഞ്ഞിട്ടും ആദർശം മനസ്സിലാക്കുന്നില്ല. മഹിയുടെ ഒരു സഹായവും വേണ്ടെന്ന ഉറച്ച തീരുമാനത്തിലവൻ. എനിക്കത് അറിയാമായിരുന്നു മാധവി. പിന്നെ ശ്രമിച്ചില്ല എന്നൊരു ചിന്ത നിനക്കുണ്ടാകാതിരിക്കാനാ ശ്രമിക്കാൻ ഞാൻ പറഞ്ഞത്. മഹിയെ ഇത്രമാത്രം വെറുക്കാൻ എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആദർശന്റെ കാഴ്ചപ്പാടിൽ അതിന് വ്യക്തമായ കാര്യവും കാരണവും കാണും.
ശരി, ഉണ്ടായിക്കോട്ടെ. എന്നാൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോ സഹായിക്കാന്നും പറഞ്ഞ് അവൻ മുന്നോട്ട് വന്നില്ലേ? അപ്പൊ തന്നിഷ്ടം കാണിക്കാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനല്ലേ നോക്കണ്ടേ? എല്ലാവരും ഒരുപോലെ അല്ലല്ലോ മാധവി. ഏത് വിധേനയും സ്വയം രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവും. പക്ഷേ കൂടെ നിന്ന് ചതിച്ചവരോട് പൊറുക്കാൻ മനസ്സില്ലാത്തവരുമുണ്ട് എന്നത് സത്യം തന്നെയാണ്. ആദർശ് അവരെ പോലെയാ. അല്ലേ ചേച്ചി, എത്രയൊക്കെ പറഞ്ഞാലും മഹാദേവൻ എന്റെ സഹോദരനാ. അവനെ അങ്ങനെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല. പണത്തിന്റെ കാര്യത്തിൽ ചില ക്രമക്കേടുകൾ ഉണ്ടായി കാണും. അതൊന്ന് ക്ഷമിക്കാവുന്ന തെറ്റായിരുന്നില്ലേ? നമുക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പണമോ മറ്റോ ആവശ്യമായി വന്നാൽ വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കില്ലേ? ചില സമയം അനുവാദം ചോദിക്കാനുള്ള സാവകാശം ഒന്നും ഉണ്ടായെന്ന് വരില്ല. മാധവി, അതുപോലെയാണോ ഇത്? ഒരു സ്ഥാപനത്തിൽ ക്രമക്കേട് നടത്തിയതിനെയാണോ നീ നിസ്സാരമായിട്ട് പറയുന്നത്? അങ്ങനെയല്ല ചേച്ചി, തെറ്റ് തന്നെയാണ്. അത് വലുതായാലും ചെറുതായാലും. എന്ന് കരുതി അവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നുണ്ടോ? അങ്ങനെ വാശി കാണിക്കാനായിരുന്നെങ്കിൽ അത് കാണിക്കേണ്ടത് മഹിയായിരുന്നില്ലേ? അത്രയ്ക്ക് അപമാനം ഉണ്ടായിട്ടും എന്റെ സങ്കടം കണ്ടപ്പോ നമ്മളെ സഹായിക്കാനോ മനസ്സ് കാണിച്ചില്ലേ? മാധവി പറയുന്നതൊക്കെ നിന്റെ ന്യായങ്ങളാ. അതുപോലെ തന്നെ ആദർശനും അവന്റേതായ ന്യായങ്ങളുണ്ടാവില്ലേ? അതെന്താ നീ മനസ്സിലാക്കാത്തത്? അതൊന്നും അല്ല ചേച്ചി, അഹങ്കാരം തന്നെയാ. എന്തൊക്കെ പറഞ്ഞാലും അമ്മാവനല്ലാതാകില്ലല്ലോ. അവന്റെ മുന്നിലും തോറ്റു കൊടുത്തോണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. കാര്യം അറിയാതെ നീ പഴിക്കണ്ട മാധവി. എനിക്ക് ആദർശിനെ അറിയാം. അവൻ എന്ത് ചെയ്താലും അതിനതിൻ്റെതായ കാരണം ഉണ്ടാകും. എന്ത് കാരണം? ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഈ കുരുക്കിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നതിൽ എന്താ കുഴപ്പം? അവനെ ഓർത്തുരുകി ജീവിക്കുന്ന നമ്മളിൽ കുറച്ചുപേരെങ്കിലും ഉണ്ടെന്ന് അവന് ചിന്തിക്കാലോ. ചേച്ചിക്കറിയാലോ, മഹിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അവൻ വിചാരിച്ചാൽ ആദർശിനെ രക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ആദർശ് സമ്മതിക്കില്ലെങ്കിൽ പിന്നെങ്ങനാ? നീ ഒന്ന് സമാധാനിക്കും മാധവി. ആദർശിനെ രക്ഷിക്കാൻ മീരമോള് ശ്രമിക്കുന്നുണ്ടല്ലോ. അവൾ എങ്ങനെയെങ്കിലും അത് ചെയ്യും. മീര ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. എന്നിട്ട് എന്തു പ്രയോജനം ഉണ്ടായത്? അവള് രക്ഷിക്കുമെന്ന വിശ്വാസത്തിലാണ് ആദർശ് മഹാദേവന്റെ സഹായം വേണ്ടെന്ന് പറഞ്ഞതെങ്കിൽ അത് മണ്ടത്തരാ. മീരയെ പോലൊരു പെൺകുട്ടിക്ക് സാധിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി എളുപ്പത്തിൽ മഹി വിചാരിച്ച കാര്യങ്ങൾ നടന്നേന്. ആദർശ് മഹാദേവനെ ഇത്രമാത്രം വെറുക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആ പണത്തിന്റെ കാര്യം മാത്രം ആവില്ലെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെന്താ ചേച്ചി, മഹി എന്റെ അനുജനാ. അവന് ഞാൻ ചേച്ചി മാത്രമല്ല, അമ്മയുടെ സ്ഥാനത്താ. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. ആ, അപ്പൊ എന്റെ മകനോ കുടുംബത്തിനോ ദോഷം വരുന്ന ഒന്നും മഹി ചെയ്യില്ല. പിന്നെ ഓഫീസിലെ തിരിമറി, അതെന്റെ സ്ഥാപനം ആയതുകൊണ്ടാവും അവൻ അങ്ങനെ അവിവേകം കാണിച്ചത്. നീ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കിയാലും ആദർശിന്റെ മനസ്സ് മാറില്ല. പിന്നെ നമ്മളിത് സംസാരിച്ചിട്ട് എന്താ കാര്യം? അത് ശരിയാ. എന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. മാധവി, വിഷമിക്കാതെ. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഭഗവാൻ കാണിച്ചു തരും. ആ ഒരു പ്രതീക്ഷയും പ്രാർത്ഥനയും മാത്രമേ എനിക്കിനി ബാക്കിയുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച രീതിയിലെല്ലാം കയ്യിലായി വന്നതാ. പക്ഷേ ആദർശന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു കളഞ്ഞു. അവന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ആരായാലും ഇങ്ങനൊരു ഘട്ടത്തില് രക്ഷപ്പെടാനല്ലേ ശ്രമിക്കൂ. ഛേ, അവനെന്താ അത് ചെയ്യാത്തത്? അവന് ബുദ്ധിയുള്ളതുകൊണ്ട്. നിങ്ങളുടെ സഹായത്തോടെ രക്ഷപ്പെട്ടാൽ പിന്നെ നിങ്ങൾ പറയുന്ന കേൾക്കേണ്ടി വരില്ലേ? അതോടെ ജീവിതകാലം മുഴുവൻ സമാധാനമില്ലാതാകും. അതിലും നല്ലത് ജയിലിൽ കിടക്കുന്നതാണ് ആദർശിന് തോന്നിക്കാണും. ഏയ്, അതൊന്നുമല്ല. ഇതിനെല്ലാത്തിനും കാരണക്കാരി അവളാ, ആ മീര. അവൾ അവനോട് ആവശ്യമില്ലാത്ത എല്ലാം പറഞ്ഞു കൊടുത്ത് അവിടെ വരുതിയിലാക്കി വെച്ചിരിക്കുക. അത് സ്വാഭാവികമല്ലേ? ഭർത്താവ് ഭാര്യ പറയുന്നതല്ലാതെ മറ്റു വല്ലവരും പറയുന്നതനുസരിച്ചാലാണ് പ്രശ്നം. ഇതിപ്പോ ആദർശിനെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മളുടെ സ്ട്രാറ്റജി മാറ്റണം, അല്ലാതെ വേറെ വഴിയില്ല. കേസിന്റെ വിചാരണയിൽ ആദർശി ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഘട്ടത്തിലെത്തിയാൽ കാര്യങ്ങളൊക്കെ എളുപ്പമാവും. പക്ഷേ മീര ഒരു പ്രശ്നമാണ്. അവൾ ആവശ്യമില്ലാത്ത എല്ലാം അന്വേഷിച്ച് നടക്കുക.
അവളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ അവൾ അത് വെച്ച് ആദർശിനെ രക്ഷിക്കും. മീരയ്ക്ക് അങ്ങനെ എന്ത് തെളിവ് കിട്ടാനാണ്? അല്ലെങ്കിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? കേട്ടറിഞ്ഞിടത്തോളം ഈ മീര ഒരു നല്ല കുട്ടിയാണ്. അവളെന്തായാലും കള്ളത്തെളിവൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോ ആദർശിനെ രക്ഷിക്കണമെങ്കിൽ മീരയ്ക്ക് യഥാർത്ഥ തെളിവ് കിട്ടണ്ടേ? അല്ല, അങ്ങനെ എന്തെങ്കിലും തെളിവുള്ളതായി നിങ്ങൾക്കറിയാമോ? എനിക്കൊന്നും അറിയില്ല. ആ പറച്ചിൽ ഒരു കള്ളത്തരം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങളെ നല്ല സംശയമുണ്ട്. എന്ത് സംശയം? ആ ഇന്ദുവിനെ തട്ടിക്കളഞ്ഞത് നിങ്ങൾ തന്നെയാണെന്ന്. വെറുതെ ഇരുന്ന് അനാവശ്യങ്ങൾ വിളിച്ച് പറയരുത്. ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി. സാർ ഇപ്പൊ മദ്യപിച്ചിട്ട് എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് ഒരു ബോധവുമില്ല. എനിക്ക് നല്ല ബോധമൊക്കെ ഉണ്ട്. പറയുന്നത് എന്താണ് നല്ല ഓർമ്മയും തിരിച്ചറിവും ഒക്കെ ഉണ്ട്. പക്ഷെ സത്യം പറയാതിരിക്കുന്നത് മഹാദേവനാ. ഞാൻ പലതും മനസ്സിലാക്കുന്നത് വരികൾക്കിടയിൽ വായിച്ചാണെന്ന് മാത്രം. ആ, സാർ എന്ത് വേണേ മനസ്സിലായിക്കോ. പക്ഷേ അതൊരു സ്റ്റേറ്റ്മെന്റ് പോലെ ഇവിടെ ഇരുന്ന് വിളിച്ചു പറയരുത്. ആരെങ്കിലും കേട്ട അന്വേഷണം എന്റെ നേരെ വരും. കാര്യങ്ങളെല്ലാം ഞാൻ ഒരു വിധത്തിൽ കരക്കടിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുക. അതിനിടയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വേണ്ട. ശരി, ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. പോരെ. ഓ, ഫോൺ ചെയ്തപ്പോ എന്തൊരു ജാടയായിരുന്നു. ഒരു ദിവസം എം ഡിയുടെ ചെയറിലിരുന്നപ്പോ ഇങ്ങനെ. അപ്പൊ നീ ശരിക്കും എം ഡി ആയിരുന്നെങ്കിലേ അന്നത്തെ ദിവസം തന്നെ നീ എന്നെ കമ്പനി എന്ന് പറഞ്ഞു വിട്ടേനെ. അത് ശരിയാ. ശരിക്കും വിഘ്നേഷ് ഏട്ടൻ ഇത്രയും പരാജയമാണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. വിഘ്നേഷ് ഏട്ടനെ ഞാൻ പറഞ്ഞിട്ട് ആദർശോ അമ്മയോ കമ്പനിയുടെ ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും ഒരു വലിയ പോസ്റ്റിൽ അപ്പോയിന്റ് ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. എടി, ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ. എന്താ? ഞാൻ ഈ പണിക്ക് കൊള്ളില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. നിന്റെ നിർബന്ധം കാരണമല്ലേ ഞാനിത് ചെയ്യുന്നത്. എനിക്ക് പറ്റുന്നത് ജിമ്മും ബോഡി ബിൽഡിംഗ് ഒക്കെയാ. ഞാനത് ചെയ്ത് സന്തോഷമായിട്ട് ജിമ്മിന് 4-5 ബ്രാഞ്ചൊക്കെ തുടങ്ങി അതൊരു വലിയ പ്രസ്ഥാനമാക്കി കുറെ മിസ്റ്റർ ഇന്ത്യമാരെ സൃഷ്ടിച്ചെടുത്തേനെ. ഒരു ബ്രാഞ്ചിലെ വായ്നോട്ടം പോരാഞ്ഞിട്ട് നിങ്ങൾക്കിനി വേറെ കുറെ ബ്രാഞ്ചുകൾ തുടങ്ങണോ അല്ലേ? എന്നിട്ട് അവിടെയെല്ലാം ഓടി നടന്ന് എല്ലാവളുമാരുടെയും നമ്പറും വാങ്ങി മെസ്സേജ് അയച്ചും ഫോൺ ചെയ്തും രസിക്കണോ അല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങൾ ഒരു കാരണവശാലും കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടില്ല. വർക്ക് നടക്കുന്ന സൈറ്റിൽ നിങ്ങൾ സെക്യൂരിറ്റി ആയിട്ടെങ്കിലും ഞാൻ നിർത്തും. അതുകൊള്ളാം. കമ്പനി എം ഡിയുടെ ഭർത്താവ് അതേ കമ്പനിയുടെ സെക്യൂരിറ്റി ആവുക. നിങ്ങൾക്കൊരു കോട്ട് സൂട്ടും തന്നാ പോരെ? സെക്യൂരിറ്റി ആണെന്ന് ആരോടും പറയണ്ട. മുതലാളിയായിട്ട് തന്നെ നിന്നോ. ഓ, ഐഡിയക്ക് ഒരു ക്ഷാമവുമില്ല. തീരുമ്പം അനർഗള നിർഗളമായിട്ട് ഒഴുകി വരികയല്ലേ. അതെന്താ അത്? ആ, അതൊക്കെ ഒരു പ്രാവശ്യം പറയൂ, ഇനി പറയില്ല. എന്നാ ഞാനൊരു കാര്യം പറയാം. ആ ബീച്ച് സൈഡിലെ പ്രോജക്റ്റിന്റെ കാര്യം ആകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഉടനെ ചെയ്യണം. ആ കാര്യത്തിൽ ഉടനെ ഒരു പരിഹാരം കാണണമെന്ന് മീരയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ, അതുകൊള്ളാം. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് മീരയാണല്ലോ. പിന്നെ ഞാനാണോ? ഞാൻ കമ്പനിയുടെ എം ഡിയുടെ ചെയറിലിരുന്ന പിന്നെ മറ്റുള്ളവർക്ക് ഓർഡറുകൾ കൊടുക്കുക മാത്രമേ ചെയ്യൂ. അവര് വേണം എല്ലാത്തിനും പരിഹാരം കാണാൻ. എന്നാ പിന്നെ ആർക്ക് വേണമെങ്കിലും എം ഡി ആവുമല്ലോ. വെറുതെ ഓർഡർ കൊടുത്താൽ മാത്രം മതിയല്ലോ. അതിനെ അറ്റ്ലീസ്റ്റ് എന്ത് ഓർഡർ കൊടുക്കണമെന്നെങ്കിലും അറിഞ്ഞിരിക്കണം. താൻ എന്നെ അത്രയ്ക്ക് കളിയാക്കൊന്നും വേണ്ട. എനിക്ക് എന്റെ കഴിവുകളെ കുറിച്ചും പരിമിതികളെ കുറിച്ചും ബോധമെങ്കിലും ഉണ്ട്. ഒരു കാര്യം ചെയ്യാൻ അറിയില്ലെന്നും അതിന് ശ്രമിക്കില്ലെന്നും പറയുന്നത് കഴിവൊന്നും അല്ല, അത് നിങ്ങളുടെ മടിയാ. ഏതൊരു സാധാരണക്കാരനും ഒന്ന് ശ്രമിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ ഇതൊക്കെ. അല്ലാതെ നമ്മുടെ കമ്പനിയിലെ കാര്യങ്ങൾ അത്ര വലിയ സംഭവമൊന്നും അല്ല. ഓ, എന്നിട്ടാണോ ബീച്ച് സൈഡിലെ പ്രോജക്റ്റിന്റെ ഇഷ്യൂ തീർക്കാൻ നീ മീരയോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത്? അത് പിന്നെ മറ്റൊരാളുടെ സഹായം കൊണ്ട് നേടിയെടുക്കേണ്ട കാര്യമാണ്. അതിനുവേണ്ടി മിനിസ്റ്ററുടെ മുന്നിൽ പോയി കൈകെട്ടി നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ജോലിക്കാരെ കൊണ്ട് ചെയ്യിക്കാറില്ലേ? ഇത് അങ്ങനെ കരുതിയാൽ മാത്രം മതി. നിനക്കേ എല്ലാത്തിനും റെഡിമെയ്ഡ് ഉത്തരവുണ്ട്, അതുകൊണ്ട് പിടിച്ചു നിൽക്കാം. അങ്ങനൊന്നും അല്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കഴിവ് എനിക്കുണ്ട്. അതാണ് ഒരു കമ്പനി ഭരിക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട ഗുണം. ഓ, ആയിക്കോട്ടെ.
നീ ഇങ്ങനെ സ്വയം പുകഴ്ത്തിക്കൊണ്ടിരുന്നോ? പക്ഷേ അതെല്ലാം മറ്റുള്ളവർ അംഗീകരിക്കുമെന്ന് കരുതണ്ട. വിഘ്നേഷ് ഏട്ടന് കോംപ്ലക്സാ. ഞാൻ നിങ്ങളെക്കാൾ അറിവും കഴിവും ഉള്ളവളാണെന്നുള്ള കോംപ്ലക്സ്. അത് മനസ്സിൽ വെച്ച് എന്നെ കുറ്റം പറയാൻ നോക്കിയാ ഞാൻ അതൊന്നും അംഗീകരിച്ച് തരില്ല വിഘ്നേഷ് ഏട്ടാ. ഞാൻ തർക്കിക്കാനില്ല, നീ പറയുന്നതാണ് ശരി. പോരെ? ഇതിപ്പോ എനിക്ക് വേണ്ടി സ്വയം തോറ്റു തരുന്ന വാക്കുകളല്ലേ? അത് നിങ്ങളുടെ ഈഗോയും കോംപ്ലക്സും സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നതാ. അല്ലാതെ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അംഗീകരിച്ച് ബോധ്യപ്പെട്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളൊന്നും അല്ലല്ലോ. എന്താ മറുപടി പറയാത്തത്? ഞാൻ എന്ത് പറഞ്ഞാലും നീ പറയും അത് അങ്ങനെയല്ല, വേറെ എങ്ങനെയോ ആണെന്ന്. അപ്പൊ പിന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോ നിങ്ങൾക്ക് എന്നോട് മിണ്ടാതിരിക്കുന്നതാണ് ഇഷ്ടം അല്ലേ? നിങ്ങൾക്ക് മിണ്ടാനും മെസ്സേജ് അയക്കാനും വേറെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. എന്റെ പൊന്നബി, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞല്ല. ഞാൻ എന്ത് പറയണമെന്ന് നീ പറഞ്ഞാ മതി, അതുപോലെ ഞാൻ പറയാം. പോരെ? എന്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഈ കമ്പനിയിലൊക്കെ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ട് പോകുന്നതല്ല, വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോകുന്നതാ. നമ്മൾ നമ്മുടെ കമ്പനി ശ്രദ്ധിച്ചില്ലെങ്കിലേ അത് വെറുതെ നശിച്ചു പോവും. മറ്റുള്ളവർ അതിന്റെ ലാഭം മോഷ്ടിച്ചോണ്ട് പോവും. ഞാനൊന്ന് മര്യാദയ്ക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് എത്ര ദിവസമായെന്നറിയാമോ? ഈ വീടും കമ്പനിയായിട്ട് നടന്ന് എന്റെ മനസ്സും ശരീരവും എല്ലാം മുരടിച്ചു തുടങ്ങി. അബി, സ്വന്തം അനിയൻ ജയിലിൽ കിടക്കുമ്പോ നീ ഷോപ്പിംഗ് ചെയ്ത് നടന്ന നാട്ടുകാരെന്ത് പറയും? അതോർത്തിട്ടാ ഞാൻ കടിച്ചു പിടിച്ചു പോവാതെ ഇരിക്കുന്നത്. എന്നാൽ ഇടയ്ക്കൊന്ന് പോണം. അനിയൻ ജയിലാണെന്ന് കരുതി പുറത്തുള്ളവർക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാതെ ഉപയോഗിക്കാതെയും ജീവിക്കാൻ പറ്റില്ലല്ലോ. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ വെറുതെ ഷോപ്പിംഗ് മാളിൽ കയറി കറങ്ങി നടക്കുന്നത് ആളുകൾ കണ്ടാലും അത് വളരെ മോശാബി. നോക്ക, അങ്ങനെ മറ്റുള്ളവരെ പേടിച്ച് അടങ്ങിയിരിക്കാനൊന്നും എന്നെ കിട്ടില്ല. ശരി, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. അല്ലെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടം പോലെയല്ലേ ചെയ്യൂ. അതെനിക്കറിയാലോ. അമ്മേ, അമ്മേ. എന്താ സൂരജ്, മുഖത്ത് നല്ല തെളിച്ചുണ്ടല്ലോ. എന്തോ സന്തോഷ വാർത്തയുണ്ടെന്ന് തോന്നുന്നു. അമ്മ പറഞ്ഞതെല്ലാം സത്യമായി. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതൊക്കെ നടന്നു. എന്താന്ന് തെളിച്ചു പറ സൂരജെ. അമ്മേ, ദേവ ബിൽഡേഴ്സിൽ എന്നെ ജോലിക്കെടുക്കാൻ ആദർശേട്ടൻ പറഞ്ഞു. ആരോട് പറഞ്ഞു? ആദർശേട്ടന്റെ അമ്മയോട് പറഞ്ഞു. മീര കാണാൻ ചെന്നപ്പോ ഇക്കാര്യം ആദർശേട്ടൻ പറഞ്ഞിരുന്നതാ. ആണോ? എന്നിട്ട് അവളത് നമ്മളോട് പറഞ്ഞില്ലല്ലോ. മീര അത് ആദർശേട്ടന്റെ അമ്മയോട് സംസാരിച്ച് തീരുമാനം എടുക്കാൻ അന്ന് ആദർശേട്ടനോട് പറഞ്ഞു. മീരയുടെ അവസ്ഥ അതല്ലേ അമ്മേ. അവളോട് ആദർശേട്ടൻ പറഞ്ഞതിന്റെ പേരില് എന്നെ അവള് കമ്പനിയിൽ നിയമിച്ച പിറ്റേന്ന് അമ്മയും മകളും കൂടെ എന്നെ പിരിച്ചുവിടും. അതിലും നല്ലത് ഇത് തന്നെയെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല, ഇത് മീരയ്ക്ക് അധികാരം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എങ്ങനെ? ആദർശ് പറഞ്ഞതനുസരിച്ച് മീര നിന്നെ അപ്പോയിന്റ് ചെയ്തിരുന്നു എങ്കിൽ അഭിരാമിയോ അമ്മയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അത് ആദർശിനെ അറിയിച്ച് മീരയ്ക്ക് പിടിച്ചു നിൽക്കായിരുന്നു. അവരുടെ പ്രവൃത്തികളെ ആദർശിന് നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കാമായിരുന്നു. ഇതൊക്കെ നമുക്ക് വെറുതെ പറയാന്നല്ലേ ഉള്ളൂ. മീര അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അമ്മയ്ക്കറിയില്ലേ? മീര ഇങ്ങനെ പാവമായിരിക്കുന്നതുകൊണ്ടാണ് അവരെല്ലാവരും മീരയുടെ തലയിൽ കയറുന്നത്. എന്തായാലും ജോലി ശരിയായല്ലോ, നമ്മൾ ഉദ്ദേശിച്ചത് നടന്നു. ഇനി ഞാനും ദേവ ബിൽഡേഴ്സിലെ എംപ്ലോയിയാണ്. നമ്മൾ കഷ്ടപ്പെട്ടതിൽ ഒരു പ്രയോജനം ഉണ്ടായി. അത് പോരാ. ആ കമ്പനിയിൽ ഇപ്പൊ അവര് തരുന്ന ഈ ജോലിക്ക് നീ കയറിയ അത് അവര് നിനക്ക് തരുന്ന ഒരു ഔദാര്യം മാത്രമായി പോവും. അതുകൊണ്ട് ഇപ്പൊ ജോലിക്ക് കയറാൻ പറഞ്ഞാ നിനക്ക് ജോലി വേണ്ടാന്ന് തന്നെ പറയണം. അമ്മ എന്തേ പറയുന്നത്? ഞാനെന്തിനാ പിന്നെ ഈ പാടക്കപ്പെട്ടത്? ഇത്രയും നാൾ ഞാൻ എന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്? അതല്ല എന്റെ കയ്യിൽ വന്നിരിക്കുന്നത്. ആ സമയത്ത് ഞാനത് വേണ്ടാന്ന് പറഞ്ഞാ പിന്നെ എന്ത് ചെയ്യും അമ്മേ? സൂരജെ, നീ മീരയെ സഹായിക്കുന്നതിന് പ്രത്യുപകാരം എന്ന നിലയ്ക്കാ ആദർശ് നിനക്ക് കമ്പനിയിൽ ജോലി തരാൻ പറഞ്ഞത്. അതെ. പക്ഷേ നീ മീരയെ സഹായിക്കുന്നത് അങ്ങനെ ഒരു ജോലിയോ മറ്റു ലാഭങ്ങളോ പ്രതീക്ഷിച്ചല്ല എന്ന് അവർക്ക് തോന്നണം. പ്രത്യേകിച്ച് ആദർശിന് തോന്നണം.
എന്തിന്? നീ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹത്തിന്റെ പേരിൽ ചെയ്യുന്ന ഒരു കാര്യത്തിന് വിലയിടാൻ ആർക്കും കഴിയില്ല. അമ്മേ, അങ്ങനെ നിസ്വാർത്ഥമായ സേവനം ചെയ്യാനാണെങ്കിൽ എനിക്ക് വല്ല സാമൂഹ്യ സേവനത്തിന് ഇറങ്ങിയാൽ പോരായിരുന്നോ? ഈ പണിക്ക് ഇറങ്ങണമായിരുന്നോ? ഞാൻ പറയുന്നത് നീ മനസ്സിരുത്തി മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞതുപോലൊക്കെ അവർക്ക് തോന്നിയാ മാത്രം മതി. അതെന്തിനാണെന്നാ ചോദിച്ചത്. അങ്ങനെ നീ ചെയ്യുമ്പോ നിനക്ക് ചെറിയൊരു ജോലി തന്ന് ഒതുക്കുന്നതിന് പകരം നിന്നെ കമ്പനിയിൽ നല്ലൊരു പോസ്റ്റിൽ അപ്പോയിന്റ് ചെയ്യും. അതോടെ നിന്റെ ജീവിതത്തിന്റെ നില തന്നെ മാറിപ്പോവും. നീ എന്താ ആലോചിക്കുന്നേ? അമ്മേ, ഇതൊക്കെ നടക്കൂ? കാര്യം കഴിയുമ്പോൾ അവരെല്ലാം ഒരു താങ്ക്സും പറഞ്ഞ് എന്നെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയാൽ ഞാൻ എന്ത് ചെയ്യും?